ഈ ഇറങ്ങി വരുന്ന വെള്ളപ്പെണ്ണിനെ കണ്ടില്ലേ? ഇവളാണ് തീരെ അനുസരണയില്ലാത്ത വാലാകോല മുട്ടയിട്ട് വയ്ക്കുന്ന, ഒരു കാരണവശാലും കൂട്ടിൽ കയറാൻ കൂട്ടാക്കാത്ത അഹങ്കാരി പെണ്ണ്. ഇവള് നേരത്തെ വെള്ളയായിരുന്നു, ഇപ്പോൾ ബ്രൗണായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എന്തായാലും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ക്വാക്ക് ഫാമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പഴയ കാരണവരുടെ ഹോബി എന്ന് പറയുന്നത് ഇതുപോലെ കൂട്ടിൽ കയറാത്ത അന്തർജനങ്ങൾക്ക് കൂട്ട് കിടക്കുക എന്നുള്ളതാണ്. അതായത് ഇവൻ ഒരു കാരണവശാലും കൂട്ടിൽ കയറാതെ ഏറ്റവും അവസാനം നിൽക്കുന്ന പെടകൾക്ക് കൂട്ടായിട്ട് മരത്തിൽ കയറിയിരിക്കും. ഇവനെ എന്തായാലും നമുക്ക് തട്ടണമെന്ന് പലപ്പോഴും തോന്നാറുണ്ടെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടുന്നുണ്ട്, നമ്മൾ തൽക്കാലം തട്ടുന്നില്ല. അതും കണ്ടിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മിൽട്ടൺ കുട്ടൻ അവിടെ ശാന്തമായി കിടന്ന് റെസ്റ്റ് എടുക്കുന്നത് കണ്ടത്. എന്നാൽ മെല്ലെ അടുത്തേക്ക് ചെന്നിട്ട് അവനെ കൂടെ ഒന്ന് പകർത്താമെന്ന് കരുതി ഒരു 10 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചില്ല. അപ്പോഴേ അവൻ തിരിച്ചറിഞ്ഞു നമ്മൾ നടന്നു വരുന്നുണ്ടെന്ന്. അങ്ങനെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്കും ക്ഷീണത്തിലാണെങ്കിലും ഭയങ്കര സ്നേഹമാണ് കേട്ടോ. പണ്ടത്തെ പോലെ ആക്രമണങ്ങളൊന്നുമില്ല, അപ്പം നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെയാണ്. ഏകദേശം 3-3.5 വയസ്സോളം ആയതിൻ്റെയൊക്കെ ഒരു പക്വത വന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ ഒട്ടും പക്വത ഇല്ലാത്ത നമ്മുടെ പിള്ളേരുടെ പരിപാടി കാണിച്ചു തരാൻ കണ്ടില്ലേ, മുട്ട എവിടെയൊക്കെ ആയിട്ട് വെച്ചിരിക്കുന്നതെന്ന്. ഈ മുട്ട എന്ന് പറയുന്നത് നമ്മൾ കളക്ട് ചെയ്ത് എടുക്കുന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ചായിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ പിള്ളേരൊക്കെ മുട്ട ഇടുന്നുണ്ട്, പക്ഷേ എവിടെയാണെന്നുള്ള കാര്യത്തിലാണ് വലിയ ചോദ്യം. അങ്ങനെ എന്തായാലും നമ്മൾ ഈ മുട്ടേനെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മുട്ടയാണ്. ഇത് വെച്ചാൽ ഏകദേശം വിരിഞ്ഞ് കിട്ടാൻ സാധ്യതയുണ്ട്. പല സുഹൃത്തുക്കളും പറയാറുണ്ട് മുട്ടയെ നമ്മൾ വെയിലത്ത് കാണിക്കരുത്, വിരിയില്ല എന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. കുറച്ച് നേരം വെയിലത്ത് കണ്ടെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അധികം നേരം വെയിലത്തിരുന്നാൽ അതിനകത്ത് ഹ്യൂമിഡിറ്റിയുടെ പ്രശ്നം വന്നിട്ടാണ് വിരിയാത്തത്. അതോടൊപ്പം തന്നെ നമുക്ക് 3 ആഴ്ച പ്രായമായിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇവരെ അത്യാവശ്യം ഹീറ്റ് ബൾബിൻ്റെ അടുത്തുനിന്ന് മാറ്റി വേറെ പാർക്ക് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇവരെ തൂവലൊക്കെ അത്യാവശ്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചുണ്ടിൻ്റെ തുമ്പത്തെ പൂവും റെഡിയായി വരുന്നുണ്ട്. അപ്പം ഇവരെ നമുക്കിനി ഹീറ്റ് ബൾബിൽ നിന്ന് മാറ്റിയാലും പ്രശ്നമില്ല. അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങുന്ന ചില സുഹൃത്തുക്കൾ ഇവിടെ വന്നിട്ട് തൂക്കം നോക്കിയിട്ട് ഇത്ര വില ആയിട്ടില്ല, 100 രൂപ ആയിട്ടില്ല, 50 രൂപ ആയിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പേരൻ്റ് ബ്രീഡിൻ്റെ ഒരു കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ ഈ ഒരു അളവിലായിരിക്കും 3 ആഴ്ചയിലേക്ക് ആകുമ്പോഴത്തേക്ക് വരുന്നത്. എന്നും കരുതിക്കൊണ്ട് ഇവർക്ക് 3 ആഴ്ച കൊടുക്കുന്ന തീറ്റയ്ക്കും വെള്ളത്തിനും അതോടൊപ്പം തന്നെ പരിപാലനത്തിനും കുറവൊന്നും ഉണ്ടായിട്ടല്ല. ഇത് ഇവരിങ്ങനെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കി മാത്രം സുഹൃത്തുക്കൾ പലയിടത്തും പോകുമ്പോഴാണെങ്കിലും വില വേശുമ്പോൾ ഇതൊന്ന് കൺസിഡർ ചെയ്തിട്ട് വില വേശുക എന്നുള്ള കാര്യം പറയാൻ ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷേ ചിലരൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ലപോലെ തൂക്കം വയ്ക്കുന്നതുകൊണ്ടും നല്ല സൈസായി വരുന്നതുകൊണ്ടും അതാണ്. അപ്പോൾ ഇതെന്തായാലും നമ്മുടെ ഇപ്പുറത്തെ കൂട്ടിൽ കിടക്കുന്ന പിള്ളേരാണ്. ഇവർ അത്യാവശ്യം നല്ല സൈസിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുഞ്ഞുങ്ങളെ കാണുമ്പോഴാണ് ഇവർ 100 രൂപയ്ക്കും 120 രൂപയ്ക്കൊക്കെ തരുമെന്ന് ചോദിക്കുന്നത്. ശരിക്കും നമുക്കിത് കൊടുക്കുമ്പോൾ മുതലായിട്ടല്ല, പക്ഷേ ഇതെല്ലാം ഓടിപ്പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ കൊടുക്കേണ്ടി വരുന്നത്. ഇല്ലേ ഇവരെ എല്ലാവരെയും നമുക്ക് വളർത്തണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഇവരെല്ലാവരെയും വളർത്തി ഇവരെല്ലാം വലുതായി ഇവരുടെയും കുഞ്ഞുങ്ങളെ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ആഗ്രഹം. പക്ഷേ എല്ലാവരെയും കൂടെ ഒന്നിച്ച് വളർത്താനും അവർക്ക് അത്രയും പേർക്ക് ഒന്നിച്ച് തീറ്റ കൊടുക്കാനും അതുപോലൊപ്പം തന്നെ ഇത്രയും പേരെ ഒന്നിച്ച് തുറന്നു വിടാനുള്ള ഫെസിലിറ്റി നമുക്ക് ആവാത്തത് കൊണ്ടാണ് ഇവരെ നമ്മൾ തൽക്കാലം കുറച്ച് വരുമ്പോഴേ അത്യാവശ്യക്കാർക്ക് മാത്രം വിൽക്കുന്നത്. അവർ കൊണ്ടുപോയി വളർത്തട്ടെ എന്നുകൂടെ കരുതി. അവർക്കും കുഞ്ഞുങ്ങളുണ്ടാവുകയും അതോടൊപ്പം തന്നെ മുട്ടകളുടെ ആവശ്യത്തിനും കോഴികൾ എന്തായാലും വീട്ടിൽ വളർത്തുന്നത് നല്ലതാണ്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന മുട്ടകൾ അത്രത്തോളം ആരോഗ്യപരമായിട്ടുള്ളതല്ല. ഇവരെ തുറന്നു വിട്ട് വളർത്തുന്നത് കൊണ്ട് തന്നെ താരതമ്യേന 100% നമുക്ക് ഒരു കാരണവശാലും അവകാശപ്പെടാൻ പറ്റില്ല. എന്നാലും താരതമ്യേന അവരുടെ മുട്ടകൾ ഹെൽത്തി തന്നെയാണ്. അങ്ങനെ എന്തായാലും നമ്മൾ കരിങ്കോഴിയെന്ന് അവകാശപ്പെടുന്ന, നമ്മൾ വാങ്ങിയ സ്ഥലത്തുനിന്നും കരിങ്കോഴിയെന്ന് അവകാശപ്പെടുന്ന കരിങ്കോഴി കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഈ കരിങ്കോഴി കുഞ്ഞുങ്ങളുടെ വീഡിയോ കണ്ടിട്ട് കഴിഞ്ഞ വട്ടം ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു ഇത് പ്രോപ്പറായിട്ടുള്ള കരിങ്കോഴിയല്ല, കണ്ണ് നോക്കിയാൽ അറിയാം പ്യുവർ ബ്രീഡല്ലെന്ന്. അത് നമുക്ക് അന്നേ തോന്നിയ സംശയമാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, കരിങ്കോഴി എന്ന് പറഞ്ഞ് തന്നു, നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടി വാങ്ങിയെന്നത് മാത്രം. പക്ഷേ കാണുമ്പോൾ അത്യാവശ്യം കരിങ്കോഴി ലുക്കൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ആ കണ്ണിലെ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ മറ്റുള്ള സുഹൃത്തുക്കൾക്കുമായി കൂടെ പങ്കുവയ്ക്കാമായിരുന്നു. അങ്ങനെ എന്തായാലും ഈ ഇറങ്ങി നടക്കുന്ന ഇദ്ദേഹത്തിന് പുതിയതായിട്ട് ചുമയുടെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ ചുമയ്ക്ക് വേണ്ടിയിട്ട് പല മരുന്നുകൾ മേടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വർക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് സാധാരണ നമ്മൾ കുടിക്കുന്ന കപ്പ് സിറപ്പ് തന്നെയാണ്. അപ്പോൾ ആ കപ്പ് സിറപ്പ് കുറച്ച് കലക്കിയിട്ട് ഈ കോഴിയുടെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ട് അദ്ദേഹത്തിന് പിടിച്ച് നിർത്തിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഈ കൂട് തുറന്നു വിടാൻ കാരണം എന്ന് പറയുന്നത് കൂട് അത്യാവശ്യം അഴുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം. അതോടൊപ്പം തന്നെ ഇവർക്ക് കുറച്ച് ഫ്രഷായിട്ട് തീറ്റയും ഇലയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആളെ കൈയോടെ പിടിച്ചു വെച്ചിട്ട് നമ്മൾ അണ്ണാക്കിലേക്ക് മരുന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചില സുഹൃത്തുക്കൾ ഇതിൻ്റെ കണ്ണിനെ പറ്റിയും ബാക്കി കരിങ്കോഴികളുടെ ഫീച്ചേഴ്സിനെ പറ്റിയും നോക്കാനുള്ളവരുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് എന്തൊക്കെയാണ് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ മറ്റുള്ള വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്യുകയും മറ്റുള്ള സുഹൃത്തുക്കൾക്ക് കരിങ്കോഴി കുഞ്ഞുങ്ങളെ തപ്പി ഇറങ്ങുമ്പോൾ കൂടുതൽ അറിവ് കിട്ടുന്ന ഒരു പരിപാടിയായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളാം. നമുക്ക് അടുത്തടുത്ത വീഡിയോയിലേക്ക് അത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ മിൽട്ടൺ കുട്ടൻ ഇങ്ങനെ വളരെ ദയനീയമായിട്ട് നോക്കിയിരിക്കുന്നതാണ് കണ്ടത്. ഇത് കണ്ടിട്ടാണോ എന്നറിയില്ല. ചിലപ്പോൾ ഇനി അവനെ തുറന്നു വിടാനുള്ള കൊതി കൊണ്ടാണോ എന്നറിയില്ല, ഇല്ലെങ്കിൽ അവനെ ഇതുപോലെ എടുത്തുകൊണ്ട് നടക്കാനുള്ള കൊതി കൊണ്ടോ എന്നറിയില്ല. എന്തായാലും മരുന്ന് കൊടുത്തിട്ട് അദ്ദേഹത്തിന് പറഞ്ഞു വിട്ടു. അതോടൊപ്പം തന്നെ പണിക്ക് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന മറ്റുള്ള പിള്ളേർ ഇവിടെ ഇങ്ങനെ ക്യൂ ആയിട്ടിരിക്കുകയാണ്. അവരെ തൽക്കാലം നമ്മൾക്ക് പണിക്ക് വിടുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു സോ മച്ച്.